ഈ ഇടവക കൈതമറ്റത്തിൽ ജോസഫ് ഡേസി മകൻ അഭിലാഷും, ഡാളസ് ക്രൈസ്ത കിങ് പള്ളി ഇടവക പുതിയ പറമ്പിൽ അലക്സാണ്ടർ ജോളി മകൾ അർപ്പണയും തമ്മിലുള്ള വിവാഹം 10/4/2015 ഹ്യൂസ്റ്റൺ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വിളിച്ചുചൊല്ലി വിവാഹത്തിന് എന്തെങ്കിലും കാനോനിക തടസ്സമുണ്ടെങ്കിൽ ആ വിവരം പള്ളിയിൽ നേരിട്ട് അറിയിക്കേണ്ടതാണ്. ജ്ഞാനായ സമുദായത്തിന് 16 നൂറ്റാണ്ടുകളുടെ ജീവിക്കുന്ന പാരമ്പര്യവും തലമുറ കൈമാറി ലഭിച്ച പൈതൃകവും സ്വസമുദായ വിവാഹനിഷ്ഠ ഉൾപ്പെടെ അമൂല്യങ്ങളായ ആചാരങ്ങളുമുണ്ട്. ജ്ഞാനായ ആചാരാനുഷ്ഠാനങ്ങൾ ദിവ്യമായി കരുതുന്നതിനാൽ എല്ലാ ചടങ്ങുകളും പ്രാർത്ഥനാ ചൈതന്യത്തിൽ അനുഷ്ഠിക്കുകയും പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും ചെയ്യുന്നു. ജ്ഞാനായ ആചാരങ്ങളിലെയും വിവാഹങ്ങളിലെയും പ്രാർത്ഥനാ ഗാനമാണ് മാർത്തോമൻ നന്മയാൽ എന്നു തുടങ്ങുന്ന ഗാനം. മൈലാഞ്ചിയിടൽ. വിവാഹത്തിന്റെ തലേ ദിവസം വധുവിന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് മൈലാഞ്ചിയിടൽ. സൗന്ദര്യവർദ്ധനവ് മാത്രമല്ല, വിശുദ്ധീകരണം കൂടിയാണ് ഈ അനുഷ്ഠാനത്തിലൂടെ നടത്തപ്പെടുന്നത്. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആദ്യ മാതാവായ ഹൗവ ഏദൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനി പറിച്ചു തിന്നതുമൂലം ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തു. തന്മൂലം അവളുടെ കരങ്ങളും പാദങ്ങളും കളങ്കപ്പെട്ടു. മക്കളുടെ കരചരണങ്ങളെയും പങ്കിലമാക്കിയതിനാൽ വിവാഹത്തിനൊരുങ്ങുന്ന യുവതിയുടെ പാപകളങ്കങ്ങൾ കഴുകി വിശുദ്ധീകരിക്കുന്ന കർമ്മമായി മൈലാഞ്ചി ലേപനത്തെ കാണുന്നു. ഇച്ചപ്പാട്. വിവാഹത്തലേന്ന് വധുഗേഹത്തിൽ നടക്കുന്ന ചടങ്ങാണ് ഇച്ചപ്പാട്. മണവാട്ടിയുടെ പിതൃ സഹോദരന്മാരിൽ മുതിർന്നയാൾ വധുവിന് മധുരം കൊടുക്കുന്നു. ഇച്ഛ പോലെ ഭവിക്കട്ടെ എന്ന ആശംസയാണ് ഇച്ചപ്പാട് എന്ന പേരിന് നിദാനം. ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല. മണവാട്ടി പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടു കേട്ടു. ചന്തം ചാർത്ത്. പതിനേഴ് പരീക്ഷകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല. 17 പരീക്ഷകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടില്ല. 17 പരീക്ഷകൾക്ക് മേലുള്ള മാളവരോട് ചോദിക്കുന്നു, മണവാള ചെറുക്കനെ ചന്തം ചാർത്തട്ടെ. കേട്ടു കേട്ടു. വിവാഹത്തലേന്ന് വൈകിട്ട് വരന്റെ വീട്ടിൽ നടത്തുന്ന ചടങ്ങാണ് ചന്തം ചാർത്തൽ. ചന്തം ചാർത്തൽ എന്നാൽ വരന്റെ മുഖം ക്ഷൗരം ചെയ്ത് ഭംഗി വരുത്തുക എന്നർത്ഥം.
വെള്ള വിരിച്ച ചെറിയ പീഠവും കത്തിച്ച വിളക്കും വരന്റെ സഹോദരിമാർ പന്തലിൽ സജ്ജീകരിക്കുന്നു. വരന്റെ പിതൃ സഹോദരൻ രണ്ടാം മുണ്ടെടുത്ത് തുമ്പ് രണ്ടും മുകളിലേക്ക് വരത്തക്ക വിധം തലയിൽ കെട്ടിയ ശേഷം 3 പ്രാവശ്യം സഭാനുവാദം വാങ്ങി കൈ ശുദ്ധമാക്കിയതിനു ശേഷം 3 പ്രാവശ്യം ഇച്ചപ്പാട് നൽകുന്നു. ഐശ്വര്യപൂർണവും മധുരോദരവുമായ ജീവിതം ആശംസിക്കുകയാണിവിടെ. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടില്ല. മണവാള ചെറുക്കന് ഇച്ചപ്പാട് കൊടുക്കട്ടെ? കേട്ടു കേട്ടു. മേക്കെണീം താ പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തെയ്തൈ പിടുത്തതെണ്ടും കൈയും മെയ്യും എന്നേക്കും വാഴവേ വാഴ വാഴ നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ പഴികുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അടിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാത്തോമൻ മലമേൽ നിന്നും വേദ്യനമ്പു ചാത്തി മാറി എന്ന പോൽ മയിൽ മേലേറി നിന്ന നീല കാണവേണം പന്തലിൽ തെളിപ്പട്ടുടൻ പാണി പുടവ പവിഴമുത്തുമാലയും തെളിയലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാത്തോമൻ തെളിയലങ്കരിച്ച പന്തലിൽ വന്നിടുന്നരുള്ള മാത്തോമൻ തെളിയലങ്കരിച്ച പന്തലിൽ വന്നരുള്ളരെ താമരത്തെ തത്താതിർത്തേ. ജ്ഞാനായ വിവാഹാചാരത്തിന്റെ മാത്രം പ്രാർത്ഥനാ ഗാനമാണ് ബറുമറിയം. വധുവരന്മാരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയാണിവിടെ. ജീവിതത്തിൽ പുതിയ വസന്തം വരുവാനും പൂക്കൾ വിരിയുവാനും മഞ്ഞു പെയ്യാനുമുള്ള കാലങ്ങളിലേക്കുള്ള യാത്ര. സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും മൺചിരാതുകൾ ഇവരുടെ ജീവിതത്തിൽ പ്രഭ ചൊരിയട്ടെ എന്ന പ്രാർത്ഥന. കടവിളി. പുതുജീവിതത്തിലേക്ക് വധുവരന്മാരെ വരവേൽക്കുന്ന ഭാഗമാണ് നടവിളി. വധുവരന്മാരുടെ അമ്മാവന്മാരുടെ നേതൃത്വത്തിലാണ് നടവിളി നടത്തുന്നത്. നടനടായോ നാഠ 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 നടനടായോ നാഠ 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 നടനടായോ നാഠ നാഠ നാഠ
ദൈവദീപത്തിന്റെ സാന്നിധ്യത്തിൽ വിവാഹ പന്തലിലേക്ക് പ്രവേശിക്കുന്ന നവദമ്പതിമാരെ വരന്റെ മാതാവ് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു. നെല്ലും വെള്ളവും കുരുത്തോലയുമുള്ള താലത്തിൽ നിന്ന് കുരിശാകൃതിയിലുള്ള കുരുത്തോലയെടുത്ത് വെള്ളത്തിൽ മുക്കി 3 പ്രാവശ്യം വധുവരന്മാരുടെ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നു. നെല്ല് ഐശ്വര്യത്തിന്റെയും വെള്ളം ശുദ്ധീകരണത്തെയും കുരുത്തോല വിശുദ്ധീകരണത്തെയും സൂചിപ്പിക്കുന്നു. വധൂവരന്മാർ പാലിക്കേണ്ട ജീവിത വിശുദ്ധിയെയും സന്താന ഭാഗ്യത്തെയും സൂചിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. തന്റെ നെഞ്ചോടടുക്കി പിടിച്ച് കരുതലിന്റെ തണലും സ്നേഹവാത്സല്യങ്ങളുടെ കുളിരും പകർന്നു നൽകി വളർത്തിയ മകൾ ഭർത്താവിനോടൊപ്പം പോകുന്ന സുന്ദര മുഹൂർത്തത്തിൽ ഹൃദയം നിറഞ്ഞ് അവൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്ന നിമിഷങ്ങളാണ് വാഴുപിടുത്തം. മണർക്കോലത്തിരിക്കുന്ന വധൂവരന്മാരുടെ ശിരസിൽ കൈകൾ കുരിശാകൃതിയിൽ വെച്ചുകൊണ്ട് വധുവിന്റെ അമ്മ അവർക്ക് അനുഗ്രഹ വർഷമേകുന്ന ധന്യ മുഹൂർത്തമാണിത്. വാഴുപിടിക്കട്ടെ, കേട്ടില്ല. വാഴുപിടിക്കട്ടെ, കേട്ടില്ല. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും വാഴുപിടിക്കട്ടെ. ആ കേട്ടു കേട്ടു. കച്ചതഴുകൽ. പൂർവ്വ പിതാവായ അബ്രാഹാം തന്റെ മകനായ ഇസഹാക്കിനു വേണ്ടി സ്വന്തം കുലത്തിൽ നിന്നൊരു വധുവിനെ കണ്ടുപിടിക്കുവാൻ സേവകനെ നിയോഗിച്ചപ്പോൾ ആ ഭൃത്യൻ അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അതിന്റെ സൂചനയായി തുടയ്ക്കു താഴെ കൈവച്ച് സത്യം ചെയ്യുകയും ചെയ്തതിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് കച്ചതഴുകൽ. കച്ച തഴുകട്ടെ, കേട്ടില്ല. കച്ച തഴുകട്ടെ, കേട്ടില്ല. മണവാള ചെറുക്കനും മണവാട്ടി പെണ്ണിനും കച്ച തഴുകട്ടെ. ആ കേട്ടു കേട്ടു. സൗരമണ്ഡലങ്ങളെ ഉദിപ്പിക്കുന്ന ജ്ഞാനായ വിവാഹാചാരങ്ങൾ മാഞ്ഞുപോയ കാലങ്ങളെക്കുറിച്ചുള്ള അനുസ്മരണമാണ്. ഓർമ്മകളുടെ പാടുവരമ്പിലൂടെയുള്ള സഞ്ചാരമാണ്. ചരിത്രത്താളുകളിലൂടെയുള്ള യാത്രയാണ്. ജ്ഞാനായ ആചാരങ്ങളുടെ അർത്ഥവും തനിമയും മാഞ്ഞുപോകാതെ സഭയോട് ചേർന്ന് നിന്ന് പൂർവിക സ്മരണകൾ ഹൃദയതലങ്ങളിൽ ആലേഖനം ചെയ്യാം.